നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റിലായ പി.സി. ജോർജിനെ അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അർദ്ധരാത്രിയോടെയാണ് ജോർജിനെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും വരെ ജോർജ് AR ക്യാമ്പിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് എത്തിച്ച ജോർജിന് BJP അഭിവാദ്യങ്ങളുമായി എത്തി. കൊല്ലത്ത് ജോർജിന് നേരെ DYFI കരിങ്കൊടി കാട്ടുകയും ചീമുട്ടേറിയുകയും ചെയ്തു. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകമെന്നായിരുന്നു ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പ്രതികരണം. അവിടുന്ന് ഇത്രയും വലിയ ബഹളം വെച്ച് ഈ 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് വരേണ്ട കാര്യം എന്താണ്? വലിയ ബഹളം വെച്ചപ്പോൾ വന്ന വഴിക്ക് ഒരു സാധാരണക്കാരനെ ഇടിച്ചിട്ടു. എനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണ്ടേ? പോലീസിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. എൻ്റെ വണ്ടി ഉൾപ്പെടെ ഞാൻ പറയാമല്ലോ, ഒരു 10,000 രൂപയുടെ പെറ്റിയടയ്ക്കാനുള്ള തെറ്റ് ഞാൻ ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ട്. അപ്പം പോലീസിൻ്റെ വണ്ടിയും പോലീസിൻ്റെ ഒരു 100 വണ്ടിയും ഇതേ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 10,000 രൂപ അടയ്ക്കും. കാരണം എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ വണ്ടിക്ക് ഇന്നലെ ആ ഓവർ സ്പീഡിൻ്റെ ക്യാമറ മുഴുവൻ അടിച്ചിട്ട് അപ്പോൾ പോലീസിന് ഇത് ബാധകമല്ലേ? കേരളത്തിൽ ചില സമയത്ത് നിയമങ്ങളുണ്ടാകുക, ചില സമയത്ത് അത് മാറ്റുക. എന്തിനാണ് അത്ര അപകടകരമായ രീതി? ഞാൻ ഇന്നലെ ഇവിടെ എത്തി ദൈവാനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആ കൂടെ വന്നില്ലെങ്കിൽ ഇവിടെ എത്താൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാനും കൂടെ പോകും. ഞാൻ ആ തെറ്റ് ചെയ്ത ആളാണ്. സ്വാഭാവികമായിട്ടും കാരണം എൻ്റെ വണ്ടിക്ക് സ്വാഭാവികമായിട്ടും ആ ക്യാമറ പറ്റിയിടിക്കണം. എന്ത് പോക്ക് ഇന്നലെ പോകുന്നു. തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിലാണ് കോടതി ജാമ്യം റദ്ദാക്കിയത്. തുടർന്നാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തത്. പി.സി. ജോർജ് വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ജോർജിനെ വെറുതെ വിട്ടാൽ സമാന കുറ്റങ്ങൾ ആവർത്തിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതേസമയം ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വി അരുൺ, വി വിനോദ്, ഒപ്പം സനോജ് സുരേന്ദ്രൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അരുണിലേക്ക്. അരുണ്, ഏറെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിലാണ് പി.സി. ജോർജിനെ അത്തരത്തിൽ AR ക്യാമ്പിൽ എത്തിച്ചത്. കൊല്ലത്ത് ചീമുട്ടയേറെ DYFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെത്തിയപ്പോൾ BJP പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി ജോർജിനെ സ്വീകരിച്ചു. പൂവൊക്കെ എറിഞ്ഞുള്ള സ്വീകരണമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസ് ഏറെ പണിപ്പെട്ടോ ജോർജിനെ AR ക്യാമ്പിൽ എത്തിക്കാൻ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പി.സി. ജോർജിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിലല്ല ഹാജരാക്കുന്നത്. അദ്ദേഹത്തിനെ 7:45 മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സ്വാഭാവികമായും കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം കൂടി അനുസരിച്ചാകും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. 7:45 പി.സി. ജോർജിനെ പഞ്ചൂർ കോടതിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കും. അവിടെയാകും പി.സി. ജോർജിനെ റിമാൻഡ് ചെയ്യണമെന്ന റിപ്പോർട്ടടക്കം പോലീസ് സമർപ്പിക്കുക. പി.സി. ജോർജ് ചെയ്തത് ഗൂഢാലോചന പ്രകാരമുള്ള കുറ്റമാണ്. യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല പി.സി. ജോർജിന്റെ പ്രസംഗം. അതിൽ തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം അദ്ദേഹം പിന്നീട് വെണ്ണലയിലും ആവർത്തിച്ചു. അതുതന്നെ ഗൂഢാലോചനയ്ക്ക് തെളിവായി അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടും. അതുകൊണ്ട് പി.സി. ജോർജിന് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. 7:45 പി.സി. ജോർജിനെ ഇവിടെ AR ക്യാമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കാൻ കൊച്ചിയിലേക്ക് പോയ വെണ്ണലയിലേക്ക് പോയ വിഴിഞ്ഞം C അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പി.സി. ജോർജ് രാവിലെ തന്നെ തയ്യാറായി കഴിഞ്ഞാലും അദ്ദേഹത്തിനൊപ്പമുള്ളവർ നൽകുന്ന വിവരമുണ്ട്. പി.സി. ജോർജ് വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചത് ഗൂഢാലോചനയുടെ ഭാഗം. ഇതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതി സമർപ്പിക്കാൻ പോകുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന ഭാഗം. 2 മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനാണ് പി.സി. ജോർജ് പ്രസ്താവന ആവർത്തിച്ചത്. തിരുവനന്തപുരത്തെ ഹിന്ദു മഹാസമ്മേളനം നടത്തിയ പ്രസംഗം വെണ്ണലയിലും അതേ രീതിയിൽ അദ്ദേഹം ആവർത്തിച്ചത് 2 മതവിഭാഗങ്ങൾ തമ്മിൽ
സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ വിശദമായ അന്വേഷണം വേണം. അതിനും PC ജോർജിനെ കസ്റ്റഡിയിൽ വേണം. മറ്റൊന്ന് PC ജോർജിന്റെ ശബ്ദ സാമ്പിൾ പരിശോധിക്കണം. ആ ശബ്ദ സാമ്പിൾ പരിശോധിക്കണമെങ്കിലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം. ജോർജിനെ ഇപ്പോൾ ജാമ്യം നൽകി വെറുതെ വിട്ടാൽ അദ്ദേഹം സമാന കുറ്റങ്ങൾ ആവർത്തിക്കുമെന്ന ആശങ്ക പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ജാമ്യ വ്യവസ്ഥകൾ PC ജോർജ് ലംഘിച്ചുവെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ PC ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും ഈ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ സമർപ്പിക്കും. 7:45 PC ജോർജിനെ കോടതിയിൽ ഹാജരാക്കാൻ മജിസ്ട്രേറ്റ് ചേംബറിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫോർട്ട് AC അല്പസമയത്തിനകം എയർ ക്യാമ്പിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നേരത്തെ തന്നെ അദ്ദേഹത്തെ കാണാൻ ഇതിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ PC ജോർജ് ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മനസ്സിലാകുന്ന ഇന്നലെ. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ഇന്നലെ രാത്രി തന്നെ പോലീസിനൊപ്പം ഇവിടെ തിരുവനന്തപുരത്തേക്ക് എയർ ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ അയച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അത്തരമൊരു പരിഗണന PC ജോർജിന് കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹം തന്റെ ആരോഗ്യ പ്രശ്നം കോടതിയെ അറിയിക്കാൻ ഇടയില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ആരോഗ്യ പ്രശ്നമുള്ള കാര്യം അദ്ദേഹത്തിന് അത്തരം അവസ്ഥയില്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഇളവ് കൂടി PC ജോർജിന് കിട്ടാനിടയില്ല. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കോടതി ജാമ്യം റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ PC ജോർജിനെ ഇന്ന് റിമാൻഡ് ചെയ്ത ജയിലിലേക്ക് അയക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിർണായകമാവുക PC ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ജാമ്യാപേക്ഷയാണ്. തിരുവനന്തപുരത്തെ കോടതി തന്റെ ജാമ്യം റദ്ദാക്കിയതിനെതിരെ PC ജോർജ് നൽകിയ ഹർജിയിൽ എന്ത് തീരുമാനമാകും ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ നിർണായകമായ തീരും. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ച ഇന്ന് തന്നെ PC ജോർജിന് റിമാൻഡിലായാലും പുറത്തിറങ്ങാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾ 1-2 ദിവസമെങ്കിലും റിമാൻഡിൽ തുടരേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമായ നടപടിക്രമങ്ങളിലേക്കാണ് PC ജോർജിന്റെ അറസ്റ്റ് പോകുന്നത്. സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഒരാളാണ് ഇന്ന് ജയിലിലേക്ക് പോകുമെന്ന സൂചനകൾ ഉള്ളത്. നേരത്തെ അദ്ദേഹത്തെ ഈ സമാന കുറ്റകൃത്യത്തിൽ അറസ്റ്റ് ചെയ്തെങ്കിലും അന്ന് കോടതി ജാമ്യ വ്യവസ്ഥകളോടെ അദ്ദേഹത്തിന് കർശനമായ നിബന്ധനകളോട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ആ വ്യവസ്ഥകളാണ് PC ജോർജ് ലംഘിച്ചത്. ഏതായാലും വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ PC ജോർജ് അറസ്റ്റാവും സർക്കാർ അഭിഭാഷകൻ കോടതി ഹാജരാകാതെ ജാമ്യം നൽകാൻ അവസരമൊരുക്കി. ഇത് ഒരു പ്രീണന നയത്തിന്റെ ഭാഗമെന്ന വിമർശനം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. മറുഭാഗത്ത് PC ജോർജിനെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന ആരോപണവുമായി അല്ലെങ്കിൽ പകപോക്കുന്നുവെന്ന ആരോപണവുമായി BJP അടക്കമുള്ളതും എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദമാണ്. അവിടെ സർക്കാർ കൃത്യമായൊരു രാഷ്ട്രീയ തന്ത്രമെടുക്കുന്നത്. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ, ഇത്തരം നാടിന് പ്രശ്നമുണ്ടാക്കുന്ന ജനങ്ങളെ വിഭജിക്കുന്ന പ്രസംഗം നടത്തുന്നവർക്ക് നടപടിയെടുക്കും. അത് തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും നടപടിയെടുക്കുന്ന മറ്റൊരു ലക്ഷ്യം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ നേട്ടം കൂടി സർക്കാർ BJPയുടെ ഹൈന്ദവ സംഘടനകളുടെ വിമർശനങ്ങളെ വകവയ്ക്കാതെ ഇത്തരം പ്രസംഗം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി മുന്നോട്ട് പോകുന്നവരുടെ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് സർക്കാർ നൽകുന്നത്. പ്രധാനപ്പെട്ട ഒരു ഏതായാലും 7:45 PC ജോർജിനെ ജഡ്ജിയുടെ ചേംബറിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കും എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ 7 മണിക്ക് PC ജോർജിനെ ഹാജരാക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ PC ജോർജ് ഉള്ളത് AR ക്യാമ്പിലാണ്. മകൻ ഷോൺ ജോർജ് PCയെ കാണാനായി അകത്തേക്ക് പോയിട്ടുണ്ട്. മരുന്നുകളുടെയൊക്കെ ആവശ്യമുണ്ട്. ഓക്സിജൻ മാസ്കും മറ്റും ഉപയോഗിച്ചാണ് PC രാത്രി ഉറങ്ങുന്നത് എന്നല്ലേ ഷോൺ പറഞ്ഞ പശ്ചാത്തലമൊക്കെയുണ്ട്. ആരോഗ്യപരമായ കാര്യമായ പ്രശ്നങ്ങൾ PC ജോർജിന് ഇല്ല എന്നുള്ള വിവരവും കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമ്മളെ. ഇപ്പോൾ VV വിനോദ് കൂടി ചേരുന്നു. വിനോദ്, 7:45 വഞ്ചിയൂരിലെ ചേംബറിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ PC ജോർജിനെ എത്തിക്കുക. എന്താണ് ഇനിയുള്ള നിയമ നടപടികൾ? സ്വാഭാവികമായും റിമാൻഡിലേക്ക് കാര്യങ്ങൾ പോവില്ലേ? PC ജോർജ് ജയിലിലേക്ക് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാമോ? രഞ്ജിത്ത്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് PC ജോർജിനെ ഹാജരാക്കുക. മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു പോലീസിന്റെ ശ്രമം. ഇക്കാര്യം മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചേംബറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശമാണ് ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി PC ജോർജിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് മുതൽ തന്നെ കോടതിക്ക് മുന്നിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നു. ആദ്യം അറസ്റ്റ്, തിരുവനന്തപുരത്തെ വിവാദ പ്രസംഗത്തിൽ അറസ്റ്റുണ്ടാവുകയും ആ കേസിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് സർക്കാർ ഭാഗമാണ്. കാരണം പ്രോസിക്യൂട്ടർ ഹാജരായില്ല എന്നൊരു വാദമാണ് എതിർപക്ഷത്തു നിന്നൊക്കെയും ഉയർന്നു വന്നത്. UDF ഒക്കെയും ഉയർത്തിയത് അത്തരത്തിലുള്ളൊരു വാദമാണ്. പക്ഷേ സാധാരണ നിലയിൽ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസിലെ ഉദ്യോഗസ്ഥരാണ് പ്രതിയുമായി മജിസ്ട്രേറ്റിന് മുന്നിലെത്തുന്നത്. അവിടെ ഇങ്ങനെയുള്ള കേസുകളിൽ
റിമാൻഡ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകേണ്ടതില്ല എന്നൊരു നിലപാടാണ് ആദ്യം പോലീസും സർക്കാരും ഒക്കെ സ്വീകരിച്ചിരുന്നതെങ്കിലും ഇന്നലെ രാത്രി അതിൽ വ്യത്യസ്തമായൊരു കാര്യമായിരുന്നു. APP തന്നെ രാത്രി 2 മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ വന്ന് കാത്തു നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അഥവാ ഇന്നലെ രാത്രി തന്നെ PC ജോർജിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരുന്നെങ്കിൽ കൃത്യമായി പോലീസിന്റെ ഭാഗം പറയാൻ സർക്കാർ അഭിഭാഷകൻ ഉൾപ്പെടെ ഏറ്റവും ഉയർന്ന അഭിഭാഷക ഉൾപ്പെടെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി PC ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. സാധാരണ നിലയിൽ കോടതി സമയം കഴിഞ്ഞാൽ അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇത് പുലർച്ചെ തന്നെ കോടതി സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. സ്വാഭാവികമായും ഇന്ന് തന്നെ ഹൈക്കോടതിയും ജോർജിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് റിമാൻഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജോർജ് ജയിലിലേക്ക് പോകേണ്ടി വരും. പിന്നീട് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച് ജാമ്യം നൽകിയാൽ തന്നെ ജയിലിൽ നിന്നും ഇറങ്ങുന്ന ജോർജാവും. അതായത് ഈ കേസിൽ ഈ വിദ്വേഷ പ്രസംഗത്തിൽ ജയിലിലടച്ചു എന്ന ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടമായി സർക്കാരിന് ഉയർത്തി കാണിക്കാൻ കഴിയും. ആ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഷോൺ ജോർജും ജോർജിന്റെ അഭിഭാഷകരുമൊക്കെയും ഉന്നയിക്കുന്നത് ദുർബലമായ തെളിവുകൾ വെച്ച് രണ്ടാമത്തെ കേസ്, അതായത് വെണ്ണലയിലെ പ്രസംഗത്തിൽ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി രണ്ടാമതൊരു കേസെടുത്ത് ആദ്യത്തെ കേസിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം പോലീസ് നടത്തി എന്ന ആക്ഷേപമാണ് ഷോൺ ജോർജും അതോടൊപ്പം തന്നെ ജോർജിന്റെ അഭിഭാഷകരും ഉന്നയിക്കുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാലും മെയ് 1-നാണ് ഈ ഇത്തരത്തിലൊരു പ്രസംഗം നടക്കുന്നതും പിന്നീട് ഈരാറ്റുപേട്ടയിലെ വസതിയിൽ നിന്ന് PC ജോർജിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതും തുടർന്ന് ജാമ്യം ലഭിച്ച് ജോർജ് പുറത്തു പോവുകയും വെണ്ണലയിൽ പ്രസംഗിക്കുകയും അത് വിവാദമാകുകയും അതിൻ്റെ പേരിൽ കേസെടുക്കുകയും ജോർജ് ഒളിവിൽ പോയി എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് അത്തരത്തിൽ ജോർജ് ഒളിവിലാണെന്ന് പറയുന്നത്. ഇടക്കാല ജാമ്യം വെണ്ണല പ്രസംഗത്തിൽ ജോർജിന് ലഭിച്ച ശേഷമാണ് ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ ജോർജ് തീരുമാനമെടുത്തിരുന്നു ഇത് കൃത്യമായി രാഷ്ട്രീയമായി ഒരു മേൽക്കൈ നേടുന്നതിന് വേണ്ടി അറസ്റ്റ് ഉണ്ടാകുമെന്നും ഒരുപക്ഷെ റിമാൻഡിലേക്ക് പോകുമെന്നും ജോർജിന് കൃത്യമായി അറിയാമായിരുന്നു. എങ്കിൽ തന്നെയും ഈ ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയമായ ഒരു മേൽക്കൈ തനിക്കുണ്ടാക്കും, BJPയുമായി അടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സഖ്യത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കൃത്യമായി ജോർജും നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ അറസ്റ്റിന് തയ്യാറായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ജോർജ് എത്തിയത്. മറ്റൊരു കാര്യം, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അത് ലംഘിച്ചാൽ സ്വാഭാവികമായും കോടതി അലക്ഷ്യമാവും, തുടർന്നുള്ള കോടതി നടപടികൾ കൂടുതൽ പ്രതിസന്ധിയുള്ളതാകും. അതുകൊണ്ടുകൂടി ജോർജ് കൃത്യമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ഈ അറസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള നീക്കങ്ങൾ നടത്തുകയുമായിരുന്നു. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം ജോർജിന്റെ കാര്യത്തിലുള്ള കോടതി വിധി എന്താകുമെന്ന്. ഏതായിരുന്നാലും ഈ ജോർജ് റിമാൻഡിൽ അത് ജയിലിലേക്ക് PC ജോർജിനെ വിടുമോ? അതിനുശേഷം ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു പരിഗണന ജാമ്യം, PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. സനോജ് സുരേന്ദ്രൻ കൂടി ചേരും. സനോജ്, ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. വളരെ ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണ്. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കും, അത്തരത്തിലുള്ള പ്രസംഗം, സംഘർഷമുണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രസംഗം PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായി, ഗൂഢാലോചനയെതിരെ പിന്നിലുണ്ട് എന്നൊക്കെ പ്രോസിക്യൂഷൻ ശക്തമായ വാദഗതികൾ കോടതിയിൽ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ജോർജിനെ കസ്റ്റഡിയിൽ വേണം, ചോദ്യം ചെയ്യണം, പുറത്തുവിട്ടാൽ അപകടകരമാണ് എന്ന രീതിയിൽ വളരെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ഈ കേസിൽ സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം കോടതിയിലെ ജാമ്യാപേക്ഷ, അതിനിവർക്കുള്ള ഡിഫൻസ് എന്താണ്? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന വിവാദ പ്രസംഗം, ആ വിവാദ പ്രസംഗത്തിൻ്റെ പിന്നാലെ ജാമ്യം അനുവദിച്ച കോടതി ഇത്തരത്തിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്നും അത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ വീണ്ടും നടത്തിയാൽ ജാമ്യം റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതിക്ക് കടക്കേണ്ടി വരുമെന്നുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ജോർജിന് തിരുവനന്തപുരത്ത് നടത്തിയ വിവാദ പ്രസംഗത്തിൽ ജാമ്യം അനുവദിച്ചത്. അന്ന് സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ഹാജരാവാതിരുന്നത് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരാഴ്ച പിന്നീട് മുൻപേ ജോർജ് എറണാകുളത്തെ വെണ്ണലയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ ഒരു
പരിപാടിയിൽ അദ്ദേഹം വിവാദ പ്രസംഗം വീണ്ടും തുടർന്നത്. ഈ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ച വേളയിൽ കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഈ കേസ് കൂടുതൽ പരിഗണനയ്ക്കായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തിരുവനന്തപുരം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കപ്പെടുന്ന നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നത്. ഇതിനെ തുടർന്ന് ഇന്നലെ പാലാരിവട്ടത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ ജോർജ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകി. ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയ ശേഷം ജോർജിൻ്റെ അഭിഭാഷകർ പ്രധാനമായും വാദം ഉയർത്തിയത് ഇത് രാത്രിയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ട അടിയന്തര ഹർജിയായി കാണണമെന്നുള്ളതായിരുന്നു ജോർജിൻ്റെ അഭിഭാഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ കോടതി ഇന്ന് രാവിലത്തേക്ക് ഈ കേസ് പരിഗണിക്കാമെന്ന് അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു. ജസ്റ്റിസ് ഗോപിനാഥൻ്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം നടത്തിയ ജോർജിന് ജാമ്യം അനുവദിച്ച ശേഷം കൂടുതൽ വാദത്തിനായി വ്യാഴാഴ്ച മാറ്റിവെച്ച കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കേസ് കൂടി പരിഗണിക്കാമെന്നുള്ളതാണ് ജോർജിന്റെ അഭിഭാഷകർ നോക്കിക്കാണുന്നത്. ജോർജിന്റെ അഭിഭാഷകർ ഇന്നലെ കോടതിയിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് ജോർജിന് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം കൃത്രിമ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് രാത്രി സമയങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ജോർജിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങൾ നിർണായകമാണ്. സ്വാഭാവികമായും ഹൈക്കോടതി നടപടിക്രമങ്ങൾ തുടരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ അല്ലെങ്കിൽ ചേംബറിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ജോർജ് ജയിലിലേക്ക് പോവേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. രഞ്ജിത്ത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ഈ ജോർജിന്റെ അറസ്റ്റോടുകൂടി സംസ്ഥാനം തുടരെടുക്കുകയാണ്. നേരത്തെ വിനോദ് പറഞ്ഞത് പ്രസക്തമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബി.ജെ.പിയുടെ ഒരു പിന്തുണ ഇന്നലെ കൊണ്ടുവന്ന വഴിയിലുടനീളം ബി.ജെ.പി പ്രവർത്തകരുടെ പിന്തുണ ജോർജിനുണ്ടായിരുന്നു. എയർ ക്യാമ്പിൽ എത്തിച്ചപ്പോഴും അവരുടെ ആ തരത്തിലുള്ള പുഷ്പവൃഷ്ടി അടക്കം നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അങ്ങനെ ഈ പ്രസംഗങ്ങൾക്ക് ശേഷം ജോർജിന് ആ ഭാഗത്തുനിന്നുള്ള വലിയ തോതിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. മറുവശത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചീമുട്ടേറിയെന്ന് നമ്മൾ കണ്ടു. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നടപടികളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കത്തക്ക വിധത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അത് ഏത് തരത്തിൽ വിജയിപ്പിക്കാൻ ഇതുവരെയുള്ള നീക്കങ്ങളിൽ സർക്കാരിനായിട്ടുണ്ട്? തീർച്ചയായും രണ്ട് വശങ്ങളാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഉള്ളത്. ഒന്ന്, പി.സി. ജോർജിനെതിരെ സർക്കാർ നടപടി. ആദ്യഘട്ടത്തിൽ പി.സി. ജോർജിന് ജാമ്യം ലഭിച്ചപ്പോൾ അത് സർക്കാരിന്റെ ഒത്തുകളി എന്നാണ് പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികൾ, മറ്റ് സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഒക്കെ ആരോപിച്ചത്. പക്ഷേ ഇപ്പോൾ പി.സി. ജോർജിനെതിരെ സർക്കാർ കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നു. പി.സി. ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സർക്കാർ കോടതിയെ അറിയിച്ചു. ആ പ്രോസിക്യൂഷന്റെ വാദം അവിടെ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി പി.സി. ജോർജിന്റെ ജാമ്യം റദ്ദാക്കിയത്. അപ്പോൾ ബി.ജെ.പി സൂചിപ്പിച്ച പോലെ ബി.ജെ.പി ഇത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. പി.സി. ജോർജിനെ കള്ളക്കേസിൽ കൊടുക്കുന്നു, പി.സി. ജോർജിനെ ആ രീതിയിൽ രാഷ്ട്രീയമായി പകപോക്കുന്നു എന്ന ആരോപണമാണ് ബി.ജെ.പി ഉന്നയിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടി ഇത് വളരെ പ്രധാനമാണ്. സർക്കാരിന്റെ നീക്കം വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിക്കിടെ മുദ്രാവാക്യം മുഴക്കിയ വിഷയവും ഇതുമായാണ് ഇത് പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടുന്നത്. ആ കേസിൽ ഒരു നീതി, പി.സി. ജോർജ് മറ്റൊരു നീതി വാദം ബി.ജെ.പി ഉന്നയിക്കുന്നു. അതേസമയം ഇന്നലെ നമ്മൾ വെണ്ണലയിൽ കണ്ടതാണ് ചില സംഘടനകളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ. അവരും മറുഭാഗത്ത് ആരോപണവുമുണ്ട്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ വിദേശ പ്രസംഗം നടത്തിയ ആൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. അത് ഏത് രീതിയിലാകും തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, ഏത് രീതിയിൽ സർക്കാരിനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ സർക്കാരിനെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന കാര്യമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലും വളരെ നിർണായകമായി മാറാൻ ഇടയുള്ള ഒന്ന് തന്നെയാണ്. ഏതായാലും പി.സി. ജോർജിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കുമ്പോൾ ബി.ജെ.പിയുടെ വലിയ പിന്തുണ പി.സി. ജോർജ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ നേതാക്കളാണ് ഇന്നലെ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ പി.സി. ജോർജിനെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്, അല്ലെങ്കിൽ പിന്തുണയുമായി എത്തിയത്. ഇന്നലെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന വഴിയിലുടനീളം വലിയ രീതിയിലുള്ള അഭിവാദ്യ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ പോലും ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി പി.സി. ജോർജിനെ കണ്ടിരുന്നു, അഭിവാദ്യം അർപ്പിച്ചിരുന്നു. മറുഭാഗത്ത് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധവും ഉയർത്തുന്നു. ഏതായാലും പി.സി. ജോർജ് വിഷയം രാഷ്ട്രീയമായി കൂടി വളരെ പ്രസക്തമാണ്, നിർണായകമാണ്. ഈ ജയിലിൽ നിന്ന് ഒരുപക്ഷെ ഈ വിഷയം ജയിലിൽ പോയതിനു ശേഷമോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത്
അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ PC ജോർജിൻ്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില വഴിത്തിരിവുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ PC ജോർജിൻ്റെ ഇത്തരത്തിലുള്ള അറസ്റ്റും നിയമപരമായ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമൊക്കെ. വി വിനോദ്, വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ PC ജോർജ് അങ്ങനെ ആ തരത്തിൽ പുറത്തു നിർത്താനാവില്ല. 2 വിഭാഗം മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് PC പ്രസംഗം കാരണമാകുന്നു. ഒപ്പം മതവിദ്വേഷം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ PC ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നിശബ്ദനായ PC ജോർജിനെയാണ് ആവശ്യം, എങ്കിൽ മാത്രമേ ആ തരത്തിൽ സംസ്ഥാനത്തെ നിലനിൽക്കുന്ന സാഹചര്യം അതേപടി നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി ഗുരുതരമായ ആക്ഷേപങ്ങൾ PCക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് സമീപം എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിയമ നടപടികൾ സങ്കീർണമാണ്. PCയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പവുമല്ല. രഞ്ജിത്ത്, തീർച്ചയായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് PC ജോർജിന്റെ വാക്കുകൾ യാദൃശികമല്ല, അത് കൃത്യമായി പ്ലാൻ ചെയ്തുള്ള അല്ലെങ്കിൽ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. 2 വിഭാഗം ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അവിടെയാണ് PC ജോർജ് ഇന്നലെ നടത്തിയ പ്രസ്താവനയും ഏറെ ശ്രദ്ധേയമാകുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ PC ജോർജ് പറഞ്ഞതിൽ ഒന്നും മാറ്റമില്ല, ഒരു കാര്യവും മാറ്റുന്നില്ല, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് PC ജോർജ് പറയുന്നത്. അവിടെയാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകുന്നത്. അതായത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, 2 വിഭാഗം ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് യാദൃച്ഛികമായി നടത്തുന്ന പ്രസംഗമല്ല, കൃത്യമായി ബോധപൂർവം നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന നീക്കമാണ്. PC ജോർജിനെ നിശബ്ദനാക്കണം. ആദ്യത്തെ ജാമ്യം നൽകുമ്പോൾ കോടതി നിർദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. സമാന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തരുത് എന്നത്, അത് PC ജോർജ് ലംഘിച്ചു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്ന വാദം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും റിമാൻഡ് ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ കരുതുന്നുണ്ട്. അതേസമയം ഏറ്റവും നിർണായകമായ കാര്യം, ഇന്നലെ രാത്രി തന്നെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ള അപേക്ഷ 9 മണിക്ക് തന്നെ എത്രയും പെട്ടെന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇന്ന് രാവിലെ പരമാവധി നേരത്തെ ഈ ഹർജി പരിഗണിച്ച് PC ജോർജിന്റെ കാര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നൊരു അപേക്ഷയാണ് പ്രതിഭാഗം നൽകുന്നത്. ഏതായിരുന്നാലും ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷേ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിധി വരികയും റിമാൻഡാണ് തീരുമാനമായി വരികയും ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും PC ജോർജ് ജയിലിലേക്ക് പോകേണ്ടി വരും. ഈ കേസിൽ PC ജോർജിനെ ജയിലിലടച്ചു എന്ന് പറയാൻ സർക്കാരിന് കഴിയുന്ന ഒരു അവസരം കൂടിയാകുമത്. പക്ഷേ തിരികെ വരുന്ന PC ജോർജ് ആകട്ടെ BJPക്ക് കൂടുതൽ പ്രിയങ്കരനായി മാറും. കാരണം അവർ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിച്ച് ജയിലിലേക്ക് പോയി മടങ്ങി വരുന്ന വീരപുരുഷനെ പോലെ BJP PC ജോർജിനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. PC ജോർജ് സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇടത് വലത് മുന്നണികളുമായി കാലങ്ങളായി ഇപ്പോൾ PC ജോർജ് കാര്യമായ ബന്ധം പുലർത്തുന്നില്ല. അദ്ദേഹം പൂഞ്ഞാറിലെ പരാജയത്തിന് ശേഷം മുസ്ലിം മതവിഭാഗങ്ങൾക്ക് നേരെ അതിലെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ ഒക്കെ തന്നെയും അത് പൊതുസമൂഹത്തിന് നല്ല നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാടുകൾ കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടും. അല്പസമയത്തിനുള്ളിൽ ജഡ്ജിയുടെ ചേംബറിൽ PC ജോർജിനെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ തിരുവനന്തപുരത്തെ വിദ്വേഷ പ്രസംഗത്തിൽ ജാമ്യം റദ്ദാക്കിയ നടപടിയിൽ തുടർ നടപടികൾ എന്ത് എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുക. 7:45 PC ജോർജിനെ വഞ്ചിയൂരുള്ള മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. PC ജോർജ് ഇന്നലെ രാത്രി മുതലുള്ളത് തിരുവനന്തപുരത്തെ AR ക്യാമ്പിലാണ്. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ സാഹചര്യമുണ്ട്. 7:45 കൂടി തൊട്ടടുത്തുള്ള വഞ്ചിയൂരിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് എത്തിക്കും. അതിനുശേഷം PCയുടെ ഇനിയുള്ള ഭാവി ജയിലിലേക്കാണോ എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകും. നിയമ നടപടിക്രമങ്ങൾക്ക് അധികം സമയമെടുക്കില്ല. ഹാജരാക്കുക, പരിഗണിക്കുക, കേസ് കോടതി പരിഗണിക്കുക, വിഷയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങും. നമുക്കൊന്നുകൂടി സനോജ് സുരേന്ദ്രനിലേക്ക് പോകണം. സനോജ്, ഈ വെണ്ണലയിലെ വിഷയമുണ്ട്, സനോജിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും PC ജോർജ് 7:45 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. AR ക്യാമ്പിലാണുള്ളത്. മകൻ ഷോൺ ജോർജും PCയുടെ അനുഭാവികളായ
ആളുകൾ, പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളൊക്കെ ആ തരത്തിൽ PC-ക്കൊപ്പമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്നലെ കോടതിയെ അറിയിച്ച സാഹചര്യമുണ്ട്. സനോജ് തുടരുന്നുണ്ട്. സനോജ്, ഈ വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസുണ്ട്, അതിന് മുൻപുള്ള തിരുവനന്തപുരത്തെ കേസുണ്ട്. ഈ രണ്ടു കേസുകളിലും നിയമ നടപടികൾ PC ആ തരത്തിൽ നേരിടുകയാണ്. ഈ രണ്ടു കേസിലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ രണ്ടും ഒരുമിച്ച് പരിഗണിക്കാനാണോ സാധ്യത? തിരിച്ചു വരാം സനോയിലേക്ക്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. PC ജോർജിനെ ഇപ്പോൾ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് PC ജോർജിനെ എത്തിക്കും. മജിസ്ട്രേറ്റ് ചേംബറിലേക്ക് PC ജോർജിനെ എത്തിക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് PC ജോർജിനെ തിരുവനന്തപുരത്തെ AR ക്യാമ്പിൽ എത്തിച്ചത് എന്നുള്ളതാണ്. വലിയ തോതിൽ ഉള്ള പിന്തുണ BJPയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. VV അരുൺ തുടരുന്നു. അരുൺ, AR ക്യാമ്പിൽ നിന്ന് 7:45 എന്നാണ് പറഞ്ഞിരുന്നത്. അല്പം കൂടി നേരത്തെ എത്തിക്കുകയാണോ? അങ്ങോട്ടേക്ക് എത്തിക്കുകയാണോ? 7:45 PC ജോർജിനെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനം. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ തന്നെ AR ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പോലീസിന്റെ വലിയ ബസ്സിലാണ് PC ജോർജിനെ കൊണ്ടുപോകുന്നത്. ആ ബസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. അല്പസമയത്തിനകം ഏതാണ്ട് 5 മിനിറ്റിൽ തന്നെ PC ജോർജ് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കപ്പെടും. അവിടെ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കും. PC ജോർജിനെ കസ്റ്റഡിയിൽ വേണം, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം. അതിനപ്പുറത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും. അതിന് കാരണം PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം യാദൃച്ഛികമായി ഉണ്ടായതല്ല, അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചന അന്വേഷിക്കണം, അത് കണ്ടെത്തണം. അതാണ് പോലീസിന്റെ ആവശ്യം. അതിന് കാരണമായി പറയുന്നത് നേരത്തെ മെയ് 1 തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം PC ജോർജ് വെണ്ണലയിലും ആവർത്തിച്ചു. അതിന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ തന്നെ അതേ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇതൊക്കെ ഈ വിഷയത്തിൽ ഗൂഢാലോചനയുടെ തെളിവുകളായാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. ആ തെളിവുകൾ, ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് PC ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. PC ജോർജിന്റെ ശബ്ദ സാമ്പിൾ പരിശോധിക്കണമെന്ന ആവശ്യവും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നു. അതിനൊക്കെ വേണ്ടി PC ജോർജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും തീരുമാനമുണ്ട്. അതായത് PC ജോർജിനെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡി അയക്കുന്നതിന് പുറമെ അദ്ദേഹത്തെ കസ്റ്റഡിയിലും വേണം. ഇതിന് പിന്നിലുള്ള ഗുരുതരമായ ഗൂഢാലോചന കണ്ടെത്തണം. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനാണ് PC ജോർജ് ശ്രമിച്ചത്. അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തണം, അതാണ് ആവശ്യം. ഏതായാലും PC ജോർജിനെയും കൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് തന്നെയാകും കൊണ്ടുപോവുക. ഇന്ന് അദ്ദേഹത്തെ രാത്രി വെണ്ണലയിൽ കസ്റ്റഡി വിട്ട ശേഷം, വിഴിഞ്ഞം സിയുടെ കസ്റ്റഡി വിട്ട ശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈദ്യപരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന റിപ്പോർട്ടാണ് ഇന്നലെ അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് ഹാജരാക്കും. അവിടെ നിന്ന് മജിസ്ട്രേറ്റിന്റെ തീരുമാനം. ഏതായാലും സ്വാഭാവികമായി നേരത്തെ ജാമ്യം റദ്ദാക്കിയ സാഹചര്യത്തിൽ PC ജോർജിന്റെ വീണ്ടും ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കും. അദ്ദേഹത്തെ സബ് ജയിലിലേക്കോ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കോ അയക്കും. പിന്നീട് നിർണായകമാകുക ഹൈക്കോടതിയിൽ നടക്കുന്ന വാദങ്ങളാകും, ഹൈക്കോടതിയിലെ തീരുമാനമാകും. PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ അദ്ദേഹം സമർപ്പിച്ച ഹർജിയിലെ തീരുമാനമാകും. പോലീസിന്റെ AR ക്യാമ്പിൽ നിന്ന് പോലീസിന്റെ വലിയ ബസ്സിൽ ഇപ്പോൾ PC ജോർജ് വഞ്ചിയൂർ കോടതിയിലേക്ക് PC ജോർജിനെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ PCയുടെ കാറിലാണ് ഇവിടെ എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ വലിയ ബസ്സിൽ കോടതിയിലേക്ക് PC ജോർജിനെ കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായും റിമാൻഡ് എന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ജയിലിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. ഹൈക്കോടതിക്ക് മുന്നിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയുണ്ട്. അതനുസരിച്ചിരിക്കും ഇനി ഈ നിയമ പോരാട്ടത്തിന്റെ വഴികൾ. VV വിനോദ് വഞ്ചിയൂർ കോടതിക്ക് മുന്നിലുണ്ട്. വിനോദ്, എന്താണ് അവിടുത്തെ സാഹചര്യം?
രഞ്ജിത്ത്, ഇപ്പോൾ വഞ്ചിയൂർ കോടതിക്ക് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പി സി ജോർജിനെ ഹാജരാക്കുമെന്ന ഒരു നിർദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അത് ജഡ്ജിയുടെ ചേംബറിലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. പി സി ജോർജ് അല്പസമയത്തിനുള്ളിൽ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ മജിസ്ട്രേറ്റ് ഇനി ഈ നടപടിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും നിർണായകം. കാരണം ഇതേ കോടതി തന്നെയാണ്, മറ്റൊരു ജഡ്ജിയായിരുന്നു, താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന ജഡ്ജിയായിരുന്നു ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ഏതായിരുന്നാലും ഈ മജിസ്ട്രേറ്റ് 2 കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വെണ്ണല പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ജാമ്യം റദ്ദാക്കിയത്. ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, യാദൃശ്ചികമായി സംഭവിച്ച പ്രസംഗമല്ല, 2 വിഭാഗം ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢ നീക്കമാണ് നടന്നത്. പി സി ജോർജ് നിശബ്ദനാകണം. ആദ്യ ജാമ്യം നൽകിയപ്പോൾ കോടതി നിർദ്ദേശിച്ച വ്യവസ്ഥകളെല്ലാം തന്നെ പി സി ജോർജ് ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റിമാൻഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ആ ഒരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. സർക്കാരിനെ സംബന്ധിച്ചും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം തുടർച്ചയായി ഇങ്ങനെ പ്രസംഗിക്കുന്ന പി സി ജോർജിനെ നിയമത്തിന് മുന്നിൽ കൃത്യമായ വ്യവസ്ഥകൾക്ക് മുന്നിൽ കൊണ്ടു നിർത്താൻ കഴിയുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. പി സി ജോർജിന്റെ ആദ്യത്തെ ആക്ഷേപം UDF ഉൾപ്പെടെ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പി സി ജോർജ് റിമാൻഡിലായാൽ സ്വാഭാവികമായും സർക്കാരിന് അക്കാര്യം അവകാശപ്പെടാം. പി സി ജോർജിനെ ജയിലിലടച്ചു എന്ന ഒരു വാദം സർക്കാരിന്. ഏതായാലും അല്പസമയത്തിനകം വഞ്ചിയൂരിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് പി സി എത്തും. പോലീസിന്റെ വലിയ വാഹനത്തിൽ, പോലീസിന്റെ ബസ്സിൽ അതീവ സുരക്ഷിതത്തോടുകൂടി പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ പി സി ജോർജിനെ വഞ്ചിയൂരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ വഞ്ചിയൂരിൽ പി സി ജോർജ് എത്തി, വഞ്ചിയൂർ കോടതിയിലേക്ക് പി സി ജോർജ് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം തന്നെ പി സിയെ മജിസ്ട്രേറ്റിന്റെ ചേംബറിന് മുന്നിലേക്ക് ഹാജരാക്കും. വിനോദ വിവരങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഏതായാലും മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് പി സി ജോർജിനെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വഞ്ചിയൂരിൽ നിന്ന്, AR ക്യാമ്പിൽ നിന്ന് വളരെ അടുത്ത്, തൈക്കാട് AR ക്യാമ്പിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ വഞ്ചിയൂർ കോടതി ഉള്ളത്. അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ പി സി ജോർജിനെ അവിടെ ഹാജരാക്കുകയാണ്. സ്വാഭാവികമായും ജാമ്യമൊക്കെ റദ്ദാക്കിയ സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക്, ജയിലിലേക്ക് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മുൻകൂർ ജാമ്യം, ജോർജിന്റെ ജാമ്യ ഹർജികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ വെണ്ണല പ്രസംഗത്തിലെയും വെണ്ണല വിദ്വേഷ പ്രസംഗത്തിലെയും തിരുവനന്തപുരത്തെ ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിലെയും ജാമ്യ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസ് ഗോപിനാഥ് ഇന്ന് രാവിലെ ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കും. പി സി ജോർജിനെ, മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്, പി സി ജോർജിനെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ്. അവിടെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാകും ജോർജ് കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്ന പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജോർജിന് എന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഓക്സിജൻ മാസ്ക് ഒക്കെ ഉപയോഗിച്ചാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് എന്ന് മകൻ ഷോൺ ജോർജ് ഇന്നലെ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാകും പി സിയെ ജഡ്ജിക്ക് മുന്നിലേക്ക് എത്തുക. അപ്പോൾ 7:45 എന്ന സമയം ആ തലത്തിൽ ഏതാണ്ട് പാലിക്കത്തക്ക വിധത്തിലാകും പോലീസിന്റെ നീക്കം എന്നറിയുന്നു. വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, പി സി ജോർജിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കൂ. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അദ്ദേഹത്തെ ആദ്യം ഇവിടേക്കല്ല കൊണ്ടുവന്നത്, അദ്ദേഹത്തെ വൈദ്യപരിശോധന കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നലെ വെണ്ണലയിൽ നിന്ന് വിഴിഞ്ഞം പോലീസ് കസ്റ്റഡി വാങ്ങിയ ശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വീണ്ടും വൈദ്യപരിശോധനയ്ക്കാണ് തീരുമാനം. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ചികിത്സയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്, വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയായി പി സി ജോർജിനെ തിരികെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കും, മഞ്ചൂർ കോടതിയിൽ എത്തിക്കും. അതിനുശേഷമാകും നിർണായകമായ നടപടിക്രമങ്ങൾ. സ്വാഭാവികമായും പി സി ജോർജിന് ജാമ്യം നിഷേധിക്കപ്പെടും, അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കും. 10:30 മാത്രമേ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അതുവരെയെങ്കിലും പി സി ജോർജ്, അവരുടെ ജാമ്യം അനുവദിച്ചാൽ പോലും അതുവരെയെങ്കിലും പി സി ജോർജ് ജയിലിൽ കഴിയേണ്ടി വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരമൊരു
വിദ്വേഷ പ്രസംഗം നടത്തി ജയിലിലേക്ക് പോവുകയാണ്. BJPയുടെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള സ്വീകാര്യത BJP കേന്ദ്രങ്ങളിൽ PC ജോർജിന് ലഭിക്കുന്നുണ്ട്. മറുഭാഗത്ത് സർക്കാരും ഈ വിഷയത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനകം തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. രക്തസമ്മർദ്ദമുണ്ട്, ഈ ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് PC രാത്രി കിടന്നുറങ്ങുന്നത് എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. ഷോൺ ജോർജ് അടക്കമുള്ളവർ പോലീസിനെ അറിയിക്കുകയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ജോർജിനില്ല എന്ന നിഗമനത്തിൽ തന്നെയല്ലേ ആരോഗ്യ വിദഗ്ധർ ഡോക്ടർമാർ ഉള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നലെ പോലീസിന്റെ കസ്റ്റഡി വിട്ടുകൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തെ ഇന്നലെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിന്. പക്ഷെ അതുണ്ടായില്ല. പകരം അദ്ദേഹത്തെ ആരോഗ്യസ്ഥിതി മെച്ചം അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് PC ജോർജിനെ ഇന്നലെ വിട്ടയച്ചത്. കാണുന്നത് ജനറൽ ആശുപത്രിയിൽ PC ജോർജ് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തെ അവിടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. സ്വാഭാവികമായ നടപടിക്രമം മാത്രമായി ഇതിനെ കണ്ടാൽ മതി. കാരണം രക്തസമ്മർദ്ദമുള്ള ആളാണ് PC ജോർജ്. ശ്വസനത്തിനുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ ചെറുതായുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാൾ കൂടിയാണ് ശ്രീ PC ജോർജ്. അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ പരിഗണിച്ചുള്ള ഒരു പക്ഷേ ഈ ആരോഗ്യ പരിശോധന അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോകുന്ന വഴിമധ്യേ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വഞ്ചിയൂർ കോടതിക്ക് തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വൈദ്യപരിശോധനയ്ക്ക് നിയമപരമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം അദ്ദേഹത്തെ ജഡ്ജിയുടെ ചേംബറിലേക്ക് എത്തിക്കും. മകൻ ഷോൺ ജോർജ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പമുള്ള പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളടക്കം ഒപ്പമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ AR ക്യാമ്പിന്റെ പരിസരത്തായി അദ്ദേഹത്തിനൊപ്പമുള്ളവരുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നുമൊക്കെ വന്ന നിരവധിയായ പ്രവർത്തകർ അവിടെയുണ്ട്. ഒപ്പം ഇതിന്റെ നിയമ നടപടി ക്രമത്തിന്റെ ഭാഗമായുള്ള വൈദ്യപരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ജോർജിനെ ഇവിടെ നിന്ന് വഞ്ചിയൂരിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ഹാജരാക്കും. അരുൺ, വിവരങ്ങൾ. വൈദ്യപരിശോധന തുടരുകയാണ്. PC ജോർജുമായി അന്വേഷണ സംഘം അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയത്. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് അടക്കമുള്ളവരും ഇവിടെയുണ്ട്. PC ജോർജ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈദ്യപരിശോധന സാധാരണഗതി ഇത്തരം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും വൈദ്യപരിശോധന നടത്താറുണ്ട്. അത്തരം പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ കൊച്ചിയിൽ വെച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടുകൂടി ഈ വൈദ്യപരിശോധന നിർണായകമാണ്. സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കുമ്പോൾ PC ജോർജിന്റെ അനാരോഗ്യം പറഞ്ഞ കോടതി അത് പരിശോധിക്കും. അപ്പോൾ ഈ പരിശോധന റിപ്പോർട്ട് വളരെ നിർണായകമാകും. അത്തരത്തിൽ അനാരോഗ്യമുണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തെ ജയിലിലേക്കുന്നതിന് പകരം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വേണം ഇതുവരെ മനസ്സിലാക്കാൻ. ഇന്നലെ അദ്ദേഹത്തെ അതുകൊണ്ടുകൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ കൈവശം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ വൈദ്യപരിശോധനയും ഈ സാധ്യത വളരെ നിർണായകമാണ്. ഏതായാലും വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം വഞ്ചിയൂർ കോടതിയിൽ മജിസ്ട്രേറ്റ് ചേംബറിലേക്ക് PC ജോർജിനെ കൊണ്ടുവരും. അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിക്ക് കൈമാറും. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. PC ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങിയും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ കേസ് പിന്നിലെ ഗൂഢാലോചന, PC ജോർജ് ഈ പ്രസംഗം ആവർത്തിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. യാദൃച്ഛികമായി സംഭവിച്ച ഒരു പ്രസംഗമല്ല. അങ്ങനെയെങ്കിൽ അത് അദ്ദേഹം വെണ്ണലയിൽ ആവർത്തിക്കില്ലായിരുന്നു. ഇതാണ് പോലീസിന്റെ വാദം. ഇതാകും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുക, കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ആദ്യ തവണ PC ജോർജിനെ കസ്റ്റഡി എടുത്തപ്പോൾ അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരായിരുന്നില്ല. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. സർക്കാരിന്റെ ഒത്തുകളിയാണ്. BJPക്ക് വേണ്ടി, PC ജോർജിന് വേണ്ടി സർക്കാർ ഒത്തുകളിച്ചു, പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകൻ വിട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങൾ, ശക്തമായ വിമർശനങ്ങളായി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായും അത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും PC ജോർജ് പറയുന്നത് ഇത് സർക്കാർ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം PC ജോർജും ഉന്നയിക്കുന്നു. വലിയ ആഡംബരമാണ് സർക്കാർ കാണിക്കുന്നത്. അത് കാണുമ്പോൾ ചിരി തോന്നുന്നു എന്ന പ്രതികരണമാണ് അല്പസമയം PC ജോർജ് ജനറൽ ആശുപത്രിയിൽ. അതായത് ജാമ്യം കിട്ടിയാൽ തുറന്നു പറയും. ഇപ്പോൾ പറയാനുള്ള അനുവാദമില്ല നിയമപരമായി എന്ന് PC പറയുന്നു. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ജാമ്യം കിട്ടിയാൽ തുറന്നു പറയും, ഇപ്പോഴൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളെ അദ്ദേഹം നേരിട്ടതല്ലേ? തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ വാദം. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഈ കാര്യങ്ങൾ പറയുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്, നിയമ തടസ്സങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തോടെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരണം പാടില്ല എന്ന ജാമ്യ നിബന്ധന വച്ചാണ് കഴിഞ്ഞ തവണ
കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ അദ്ദേഹം അത് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയോടെ തന്നെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാദവുമായി രംഗത്തെത്തി. കോടതി തടസ്സമുള്ള കോടതി നിബന്ധനകൾ ഉള്ളത് കൊണ്ട് താൻ ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന വാദം കോടതിക്ക് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുമ്പിൽ വെച്ച് തന്നെ PCO നടത്തിയിരുന്നു. അതിനുശേഷമാണ് വെണ്ണലയിൽ അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസംഗം ആവർത്തിച്ചത്. ഇപ്പോഴും അത് നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന നിലപാടിൽ അദ്ദേഹം കൊച്ചിയിലും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും PC ജോർജ് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ നിർണായകമായ തീരും. സ്വാഭാവികമായി അദ്ദേഹം തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കും. അദ്ദേഹത്തെ ഈ വിഷയത്തിൽ സർക്കാർ ജയിലിലടക്കാൻ കഴിഞ്ഞാൽ നേരത്തെ വിനോദ് റിപ്പോർട്ട് പോലെ സർക്കാരിന് വലിയ നേട്ടമായത് ഉയർത്തിക്കാട്ടാം. ഇത്തരത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല, നടപടി സ്വീകരിക്കുമെന്ന് അതിന്റെ തെളിവായി സർക്കാരിന് ഉയർത്തിക്കാട്ടാനാകും. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ശ്രമിക്കും. മറുഭാഗത്ത് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാർ സംഘടനകളും ഇത് അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ മാറ്റുകയാണ്. PC ജോർജ് തങ്ങൾ ദീർഘനാളായി പറഞ്ഞു വന്ന വിഷയമാണ് PC ജോർജ് ഉയർത്തിയത്. അതിന്റെ പേരിലാണ് PC ജോർജ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. സ്വാഭാവികമായും PC ജോർജിനും അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. ഇടത് വലത് മുന്നണിയുടെ ഭാഗമല്ല PC ജോർജ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിൽ. പ്രത്യേകിച്ചും MLA നിലയിലുള്ള അതിന്റെ പ്രവർത്തനത്തിൽ ഏറിയ ഭാഗവും കഴിഞ്ഞ തവണ മാത്രമാണ് ഒരു മുന്നണിയുമില്ലാതെ 2016 മാത്രമാണ് ഒരു മുന്നണിയുടെയും സഹായമില്ലാതെ എന്ന് അദ്ദേഹം അവകാശപ്പെട്ടെന്ന രീതിയിൽ അദ്ദേഹം വിജയിച്ചു വന്നത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തവണ അദ്ദേഹം 2021 പൂഞ്ഞാറിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും PC ജോർജിന്റെ വൈദ്യപരിശോധന പൂർത്തിയാകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ. PC ജോർജിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് മാത്രമാണ് ജനറൽ ആശുപത്രിയിൽ അദ്ദേഹം ചെലവഴിച്ചത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. സാരമില്ല, എല്ലാം നേരിടുന്നത്. ജയിലിൽ പോകാൻ തയ്യാറായിട്ടേ വന്നത്. ഓ അല്ല, അത് നിങ്ങൾ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ ഒരു സാധനം അറിയത്തില്ല. എനിക്കിപ്പോ ജനം സുരക്ഷ തരും, ഒരു സംശയം വേണം. ഇതൊരു ഇരട്ട രീതിയാണോ കാണിക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ തന്നെ മനസ്സിലാക്കും, നിങ്ങൾ തന്നെ പറയൂ. കാരണം PC അറസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ കൊണ്ടു നടക്കുന്നു, ഇതൊരു ഇരട്ട നീതിയുടെ ഭാഗമായിട്ടല്ലേ? ഇരട്ട നീതിയല്ല, ക്രൂരതയാണ്. അങ്ങ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയങ്ങളാണല്ലേ? ഒരു ക്രൂരതയാണ്. ഇതൊരു ക്രൂരതയാണ്. വ്യക്തിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ശരിയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പും ബാധിക്കാൻ പോവാ. ഇത് യാതൊരു സംശയം വേണ്ട. അങ്ങനെ BJPയുടെ വലിയ പിന്തുണയുണ്ട്. BJPയുടെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ, BJPയുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. എല്ലാ BJPയുടെ നേതാക്കന്മാരുടെ ഇന്ന് എറണാകുളത്ത് വന്നിരുന്നു. രണ്ടും ഒരുമിച്ച് വേട്ടയാടും. രണ്ടുപേർക്കും വിഷമമാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം PC ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാകാൻ പോകുന്നു. ഇടതു വലത് മുന്നണികൾ തന്നെ ഒരുമിച്ച് വേട്ടയാടുന്നു. BJPയുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. തൃക്കാക്കർ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും അല്ല, പിണറായി സതീശനും തമ്മിൽ കൂട്ടുകെട്ടാണ്. രഞ്ജിത്ത്, പിണറായി വിജയനും VD സതീശനുമുള്ള കൂട്ടുകച്ചവടമാണ് ഈ ഗൂഢാലോചനയാൽ തനിക്കെതിരെ എന്ന ആരോപണമാണ് ഇപ്പോൾ PC ജോർജ് ഉന്നയിക്കുന്നത്. ക്രൂരമായ നടപടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇരട്ട നീതിയാണ് തനിക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ജനം മറുപടി പറയും. തൃക്കാക്കരയിൽ മാത്രമല്ല, ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇതിനെ സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്ന നിലപാടാണ് PC ജോർജ് പ്രഖ്യാപിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല, അദ്ദേഹം അത് വ്യക്തമാക്കിയിരിക്കുന്നു. പരിശോധനയിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നമില്ല.
രഞ്ജിത്ത്, ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ദൃശ്യങ്ങളാകും ഈ നിമിഷങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത്. കാരണം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ, പതിറ്റാണ്ടുകൾ നിയമസഭയിൽ നിറഞ്ഞു നിന്ന ഒരു MLA, പല വിവാദ വിഷയങ്ങളും നിർണായക ഇടപെടൽ നടത്തിയ നേതാവ്, പല വിവാദങ്ങളും ഉണ്ടാക്കിയ നേതാവ്, എപ്പോഴും വിവാദങ്ങൾക്കൊപ്പമായിരുന്നു PC ജോർജിന്റെ സഞ്ചാരം. ആ PC ജോർജാണ് ഇപ്പോൾ പോലീസ് വാനിൽ കോടതിയിലേക്ക് പോകുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം സ്വാഭാവികമായും ജയിലിലടക്കപ്പെടുന്ന സംസ്ഥാന രാഷ്ട്രീയ നിർണായകമായ നിമിഷങ്ങൾ തന്നെ പറയേണ്ടി വരും. ഏത് രീതിയിലാകും ഇത് സംസ്ഥാന രാഷ്ട്രീയത്തെ ബാധിക്കുക? കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP ലക്ഷ്യമിടുന്ന, BJP ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് നേരത്തെ PC ജോർജ് തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. അതിന്റെ പേരിലാണ് PC ജോർജ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അദ്ദേഹം ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇരട്ട നീതിയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും LDFും UDFും തനിക്കെതിരെ പകപോക്കുന്നു, തന്നെ ക്രൂരമായി വേട്ടയാടുന്നു. ഇതാണ് PC ജോർജിന്റെ ആരോപണം. BJP മാത്രമാണ് തനിക്ക് പിന്തുണയുമായി ഉള്ളത്. ജനങ്ങളുടെ പിന്തുണ അതിനപ്പുറം തനിക്കുണ്ട്. ഏതായാലും BJPയുടെ പിന്തുണ തന്നെയാണ് PC ജോർജ് വലിയ ആശ്വാസമുള്ളത്. മറുഭാഗത്ത് PD സതീശനും പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് PC ജോർജ് ഈ ജയിലിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്, നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ PC ജോർജ് പറഞ്ഞു വെക്കുന്നു. തനിക്ക് ഇരട്ട നീതിയാണ്, തനിക്കെതിരെ കൂട്ടുകെട്ടുള്ളത് പിണറായി വിജയനും VD സതീശനും ചേർന്നുള്ള കൂട്ടുകെട്ട് തനിക്കെതിരെ നിലപാടുകൾ എടുക്കുന്നു. BJPയുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ഇനി വരും തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് 32 വർഷം MLA ആയിരുന്ന ഒരാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ തോറ്റ PC ജോർജ് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്ന പശ്ചാത്തലം, അതും തിരുവനന്തപുരത്തും വെണ്ണയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ, സംസ്ഥാനത്ത് വളരെ കോളിളക്കമുണ്ടാക്കിയ ആ പ്രസംഗത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ PC ജയിലിലേക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുന്നു. മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഏതാനും നിമിഷങ്ങൾക്കകം PC ജോർജിനെ ഹാജരാക്കും. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് PCയെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി വരുന്നുണ്ട്. ഈ രണ്ടു കേസുകളുടെയും ജാമ്യ ഹർജിയുണ്ട്. അവിടെ എന്ത് തീരുമാനം ഉണ്ടാവും എന്നുള്ളത് PCക്ക് നിർണായകമായി മാറുന്ന പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ കാണുന്നത് വഞ്ചിയൂർ കോടതിയിലേക്ക് PCയെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വഞ്ചിയൂർ കോടതി വളപ്പിലേക്ക് ആ വാഹനം പോവുകയാണ്. ജഡ്ജിയുടെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് PCയെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകമുള്ള നടപടിക്രമങ്ങൾക്കൊടുവിൽ നമുക്ക് തീരുമാനമറിയാം, നിർണായകമായ ആ തീരുമാനമറിയാം. ഏതായാലും PC ന്യൂസ് 8 അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. വ്യക്തമായി തന്നെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. തനിക്കെതിരെ അവിശുദ്ധമായ കൂട്ടുകെട്ട് പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് തന്നെ ഈ തരത്തിൽ തന്നെ അറസ്റ്റിലേക്കൊക്കെ എത്തിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പരാമർശം PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഒരിക്കൽ കൂടി കാണിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. VV അരുൺ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിലേക്ക് PC ജോർജിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. എന്താണ് സാഹചര്യം അവിടുത്തെ? അദ്ദേഹത്തെ വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങളാണ്. PC ഒരു സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ PC ജോർജിനെ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ അദ്ദേഹത്തെ ഹാജരാക്കും. മജിസ്ട്രേറ്റിന്റെ തീരുമാനം നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ ആരോപണങ്ങൾ PCക്കെതിരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം, ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകണം എന്ന നിർണായകമായ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നു. വിദ്വേഷ പ്രസംഗമാണ് നടത്തിയത്, രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ള നീക്കം PCയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ വിഷയത്തിലുള്ള ഗൂഢാലോചന തെളിയൂ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ജയിലിലേക്കുള്ള പോക്കാണോ അതോ എന്താണ് മജിസ്ട്രേറ്റ് തീരുമാനം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. PC ജോർജിനെ ഇപ്പോൾ വഞ്ചിയൂരിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദ്യം എത്തിച്ചത് AR ക്യാമ്പിൽ നിന്ന് നേരെ എത്തിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു. 5 മിനിറ്റ് നീണ്ട വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. നിർണായകമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
ജയിലിൽ പോകാൻ തയ്യാറായിട്ടേ വന്നത്. ഓ അങ്ങനൊരു സാധനമായിട്ടൊന്നും അറിയത്തില്ല. എനിക്കിപ്പോ ജനം സുരക്ഷ തരും, ഒരു സംശയം വേണം. ഇരട്ട നീതിയല്ല, ക്രൂരതയാണ്. ഒരു ക്രൂരതയാണ്. ഇതൊരു ക്രൂരതയാണ്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കാൻ പോവാ. ഇത് യാതൊരു സംശയം വേണ്ട. ബി ജെ പിയുടെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ, ബി ജെ പിയുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. രണ്ടും ഒരുമിച്ച് വേട്ടയാടും. രണ്ടുപേർക്കും വിഷമമാണ്. ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? നീതിപീഠത്തിൽ നിന്ന് മാത്രമാണ് താൻ നീതി പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. അരുണ്, വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വരും കാലത്ത്, വരും സമയത്ത് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം അത് PC-യുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. തീർച്ചയായും BJP കഴിഞ്ഞ കുറേ നാളുകളെ അന്വേഷിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ്. അവരുമായി ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ നാളുകളായി BJP നടത്തുന്നത്. പക്ഷേ അത് ആ രീതിയിൽ വിജയിച്ചു കണ്ടില്ല. പലപ്പോഴും ചില സംഘടനകളൊക്കെ അവരുമായി എടുക്കുമെങ്കിലും അതൊരു സ്ഥായിയായ അത്തരമൊരു ബന്ധം നിലനിർത്താൻ BJP കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ PC ജോർജിലൂടെ അത്തരമൊരു നേതാവിനെ BJP കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം BJP-യുടെ പ്രത്യയശാസ്ത്രം, BJP പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന വാദം, അതാണ് PC ജോർജ് തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചത്, അതിനുശേഷം വെണ്ണലയിൽ ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കേസിൽ ഒരു നേതാവിനെ, അതും സംസ്ഥാനത്തെ വളരെ മുതിർന്ന നേതാക്കളുടെ ഒരാളാണ്, 32 വർഷം MLA ആയിരുന്ന ആളാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ നിർണായക നിലപാട് പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ നിലപാട് നീക്കങ്ങൾ നടത്തിയിട്ടുള്ള നേതാവാണ്. അത്തരമൊരു നേതാവിനെ BJP-യുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ അല്ലെങ്കിൽ അവർ പ്രസംഗിച്ച കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ അത് BJP-ക്ക് സ്വാഭാവികമായും രാഷ്ട്രീയ നേട്ടമുണ്ടാകും. അതും ഒരു ക്രൈസ്തവ വിഭാഗ നേതാവാകുമ്പോൾ ആ വിഭാഗവുമായി അടുക്കാൻ BJP-ക്ക് കൂടുതൽ അവസരം നൽകും. അതുതന്നെയാകും PC ജോർജിന്റെ ഇന്നത്തെ അറസ്റ്റ്. ഒരുപക്ഷെ അദ്ദേഹം ജയിലിലേക്ക് പോയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം, അത് ഏത് രീതിയിൽ സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളെ ബാധിക്കും, ഏത് രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, PC-യുമായി ബന്ധപ്പെട്ട് വരും നാളിൽ ഉണ്ടാകാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അരുണിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. PC ഇപ്പോൾ വഞ്ചിയൂർ മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വിവരങ്ങളും ഒക്കെ മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളും ഒക്കെ എടുക്കണം. VV വിനോദുണ്ട്. വിനോദ്, PC ജോർജ് ഇപ്പോൾ ഉള്ളത് മജിസ്ട്രേറ്റിന് മുന്നിലാണ് എന്ന് മനസ്സിലാകുന്നു. എത്ര സമയത്തെ നടപടിക്രമങ്ങൾ ഉണ്ടാകും? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ PC ജോർജ് കോടതിക്കുള്ളിലാണ്. റിമാൻഡ് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ കോടതിയിലേക്ക് എത്തിയിരുന്നു. എയർ ക്യാമ്പിൽ നിന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് PC ജോർജിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പോലീസ് വാഹനത്തിൽ ദിനപത്രം വായിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലായിരുന്നു അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ പതിവ് പരിപാടികൾ പോലെ തന്നെ പോലീസ് വാഹനത്തിനുള്ളിലും പത്രം വായിച്ചിരിക്കുകയായിരുന്നു. മറ്റു ഭാവഭേദങ്ങളൊന്നുമില്ല. അദ്ദേഹം ഈ കോടതി മുറിക്കുള്ളിലേക്ക് പോയി. അതേസമയം അദ്ദേഹം നടത്തിയ പ്രതികരണം പിണറായി വിജയനും VD സതീശനും സംയുക്തമായി നടത്തുന്ന ഒരു തനിക്കെതിരെ നടത്തുന്ന ഒരു നീക്കമാണ്. ഏതായിരുന്നാലും BJP-യുടെ ഭാഗത്തു നിന്ന് കാര്യമായ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ ഉൾപ്പെടെ തനിക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. ഇതുതന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും. BJP PC ജോർജ് സഖ്യം എന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് BJP വലിയ അളവിൽ PC ജോർജിന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ഒരു വലിയ രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് ഇതിനെ BJP നോക്കിക്കാണുന്നതും. റിമാൻഡ് റിപ്പോർട്ടിലാകട്ടെ പറയുന്നത് യാദൃശ്ചികമായ പ്രസംഗങ്ങളല്ല ഈ സംഭവിക്കുന്നത്. ബോധപൂർവം ഇരു വിഭാഗം ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി, കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. നിശബ്ദനായ PC ജോർജിനെ കോടതി അങ്ങനെ ആ ഒരു നിലയ്ക്ക് മാറ്റണം എന്ന ആവശ്യമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഇന്ന് 10:15 മണിയോടുകൂടിയാണ് ഹൈക്കോടതിയിൽ PC ജോർജ്. വിനോദ്, അതിലേക്ക് വരാം. വിനോദിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് അടിയന്തരമായി ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് PC-യുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തിരിച്ചെത്താം.